ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദേജാവു. അപ്പോൾ കുറേ നാളായിട്ടുള്ളൊരു റിക്വസ്റ്റാണ് കേട്ടോ, ഗാർഡൻ ടൂർ ചെയ്യണേ, വീട്ടിലുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് കാണിക്കണേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം എനിക്ക് ഇതുവരെയും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉടനെ ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ട് വരും. പക്ഷേ ഇതും ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആണ്. പക്ഷേ എങ്കിൽ ഞങ്ങളുടെ വീട്ടിലല്ല, എൻ്റെ ഉമ്മയുടെ സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും, എൻ്റെ ആൻറ്റിയുടെയും അങ്കിളുടെയും വീട്ടിൽ രണ്ട് വീടും തൊട്ടടുത്താണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, ഈ രണ്ട് വീടും ചേർന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ അവരുടെ വീട്ടിൽ നിറയെ പ്ലാന്റ്സ് ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് നല്ലതായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സൊക്കെയാണ് അവരുടെ വീട്ടിലെ ഗാർഡൻ ടൂറാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അവിടുത്തെ ഹാങ്ങിങ് പ്ലാന്റ്സും പിന്നെ ഓർക്കിഡ്സും ആണ് കേട്ടോ. അപ്പോൾ കുറേ വെറൈറ്റി ഓർക്കിഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓർക്കിഡ് സെക്ഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു ഷീറ്റിലാണ് കേട്ടോ ഈ ഓർക്കിഡ്സൊക്കെ ഹാങ് ചെയ്തിട്ടേക്കുന്നത്. ഇവരുടെ കാർ പോർച്ചിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ്. ഒരുപാട് വെയിൽ തട്ടുന്ന രീതിയിലൊന്നുമല്ല, ഒരു ആവറേജ് എന്താ പറയുക വെയിലൊക്കെ തന്നെയാണ് കിട്ടുന്നത്. കുറേ ടൈപ്പിലുള്ള ഓർക്കിഡ്സൊക്കെ ഉണ്ട്. ഡെൻഡ്രോബിയം, സിംബോഡിയം, മൊണോഡിയം, പിന്നെ അത് വാണ്ട, കാത്തല, അതെല്ലാം ഉണ്ട് കേട്ടോ. കുറേ വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സൊക്കെ ഇവിടെ ഉണ്ട്. ഇത് നല്ല ഡാർക്ക് പർപ്പിൾ കളറിലുള്ളതാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഓർക്കിഡ് ഫ്ലവേഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് കുറേ ദിവസം നിൽക്കും. ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ദിവസത്തിൽ അതങ്ങനെ തന്നെ നിൽക്കും. അതാണ് ഈ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു പ്രത്യേകത. ഇത് നമ്മുടെ ഡെൻഡ്രോബിയം വെറൈറ്റിയിലുള്ളതാണ്. ഇവിടെ ഓർക്കിഡ് ഫ്ലവേഴ്സിന് ഒരുപാട് അങ്ങനെ എന്താ പറയുക വളങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഓർക്കിഡ് ബൂൺ പറഞ്ഞിട്ടൊരു ഇത് നമുക്ക് സാധാരണ നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്നത് തന്നെയാണ്. അതൊരു ക്രിസ്റ്റൽ പോലത്തെ ഒരു സംഭവമാണ്. അതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. പക്ഷേങ്കിൽ എപ്പോഴും ഇവിടെ ഇങ്ങനെ നല്ല ഫ്രഷായിട്ട് പൂക്കളുണ്ടായി നിൽക്കാറുണ്ട്. ഇത് ഒരു എന്താ പറയുക സാധാരണ ഓർക്കിഡിൻ്റെ ഒരു ലീവ്സ് അല്ല, ഇത് ഇങ്ങനത്തെ ഒരു സ്കെയിൽസ് ലീവ്സ് ഉള്ള ഒരു ടൈപ്പാണ് ഒണോഡിയം. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇതിപ്പോൾ യെല്ലോ കളറാണുള്ളത്. ഇത് കമ്പാരിറ്റീവ്ലി ബാക്കി ഓർക്കിഡ്സിനേക്കാളും കുറച്ചുകൂടി ചെറുതായിരിക്കും. ഇത് ഡെൻഡ്രോബിയമാണ്. ഇതൊരു പർപ്പിളും ഒരു വൈറ്റും കൂടി ഉള്ളൊരു ഷെയ്ഡാണ്. ഇത് മേലെ അവരുടെ കാർ പോർച്ചിൻ്റെ ഒരു എന്താ പറയുക ബ്ലൂ കളർ ഷെയ്ഡിലുള്ള ഇതായിട്ടേക്കുന്ന ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് വരുന്നത് കാരണം ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട് ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ. സിംബോഡിയം വെറൈറ്റിയിലുള്ളതാണ് വൈറ്റ് ഫ്ലവർ. പിന്നെ ഇത് വാണ്ടയാണ്. വാണ്ട നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുമോ അത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തന്നുകൊണ്ടിരിക്കും. എപ്പോഴും നനച്ചു കൊടുക്കണം. ഇത് നല്ല കളറാട്ടോ, നല്ല ഡാർക്ക് പേർപ്പിളിലുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ.
ഇത് പ്യുവർ വൈറ്റ് ആട്ടോ. ഇത് അതിൻ്റെ ഒരു ഷെയ്ഡുള്ള കാരണമാണ് ചെറിയൊരു ബ്ലൂ പോലെ കാണുന്നത്. ഇതിങ്ങനെ ഒരു ഓർക്കിഡിൽ തന്നെ 2-3 ബ്രാഞ്ചസ് ആയിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊരു ബ്ലൂ ഷെയ്ഡ് ഓർക്കിഡാണ്. അപ്പോൾ ഓർക്കിഡ്സിൻ്റെ ഫ്ലവേഴ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓർക്കിഡിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. അതായത് ഹാങ്ങിങ് പ്ലാന്റ്സും പിന്നെ അതല്ലാതെയുള്ള ഇവിടുത്തെ പ്ലാന്റ്സൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഉള്ളൊരു നല്ല വെറൈറ്റി ഐറ്റമാണ് ഈ സ്ട്രിങ് ഓഫ് ബനാനാസ്. ഇത് ഒരുപാട് കോമൺ ആയിട്ട് അങ്ങനെ കാണുന്നതല്ല, സാക്കുലൻറ്റിൽ പെടുന്നതാണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് ടാങ്കിൾഡ് ഹേർട്ട് പ്ലാന്റ് ആണ്. ഇതും ഒരു സാക്കുലൻറ്റിൽ പെടുന്നത് തന്നെയാണ്. ഇത് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായാലും നല്ല രീതിയിൽ ഉണ്ടാവുന്നതാണ്. ഇത് വളരെ തിക്കായിട്ട് ലെങ്തി ആയിട്ടും താഴോട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റിലെ മെയിൻ താരം എന്നൊക്കെ പറയാം നമ്മുടെ ടർട്ടിൽ വൈനാണ്. അപ്പോൾ ടർട്ടിൽ വൈൻ്റെ ഫാൻസ് അല്ലാത്തവരായിട്ട് ആരുമില്ല, ഇല്ലാത്ത വീടുകളുമില്ല. അപ്പോൾ ഇവിടെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഒരു കർട്ടൻ പോലെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ അതൊന്നും അല്ലാത്ത കുറച്ച് ലോ ഷെയ്ഡിൽ വെക്കുന്ന പ്ലാന്റ്സും ഉണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് വൈറ്റ് ഫ്ലവേഴ്സൊക്കെ ഉള്ളൊരു വള്ളി പോലെ പടർന്ന് വരുന്നതാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവറിന് ഭയങ്കര മണമാണ്. നല്ല മണത്തിൽ നല്ല മണമുണ്ട് ഇതിൽ. ഞാൻ ഇടയ്ക്കൊരു പാവലും പിടിച്ച് കിടക്കുന്നുണ്ടായി. ഇതിവരുടെ മതിലാട്ടോ വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഇത് പിങ്കും വൈറ്റും ആണ്. ഇതിൻ്റെ ഒരു ബ്ലൂ പർപ്പിൾ ഷെയ്ഡിലെ ഒരു വെറൈറ്റി ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇത് അങ്കിളിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ്, ഹെമിഗ്രാഫിസ്. ഇതിൽ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും. നമ്മൾ വെർട്ടിക്കൽ ഗാർഡനൊക്കെ യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന പ്ലാന്റ് ആണത്. പിന്നെ പേരറിയാത്ത കുറേ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരു നീലക്കുറിഞ്ഞി പോലത്തെ ചെറിയ ബ്ലൂ ഫ്ലവേഴ്സാണ്. അതിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് പ്ലാന്റിൽ പിടിച്ച് നിൽക്കാറുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിൻ്റെ വൈറ്റ് വേറെ കളേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പം ഇതിൽ പൂക്കൾ ഇതേ ഉണ്ടായുള്ളൂ. ഇത് ബിഗോണിയാണ്. പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ നല്ല രീതിയിൽ റീയൂസ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസും ടയറും ഒക്കെ നല്ല ഭംഗിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പോട്ടിലാക്ക ടാങ്കിൾഡ് ഹേർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബ്ലൂ കളർ ഷെയ്ഡ്. പിന്നെ ഇത് നമ്മുടെ മണി പ്ലാന്റ്. അതും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട്. ഇത് വെയിലത്ത് വെക്കുമ്പോൾ നിറയെ പൂവിടുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ റോസസും ഉണ്ട്. ഇവിടെ ഇവർ പഴത്തൊലിയും തേയിലയും മുട്ടത്തോടും ഒക്കെ മിക്സ് ചെയ്തിട്ട് അതാണ് ഇവിടുത്തെ മെയിൻ വളമായിട്ട് ഇവിടെ യൂസ് ചെയ്യുക. ഞാൻ ചോദിച്ചിരുന്നു എന്താ കൊടുക്കുകയെന്ന്. പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായി. 10 മണിയുടെ കുറേ കളേഴ്സ് ഉണ്ട്. എല്ലാം പൂവൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗാർഡൻ ടൂർ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. പ്ലാന്റ് ലവേഴ്സിന് എത്ര പ്ലാന്റ്സ് കണ്ടാലും മതി വരില്ല. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.
അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.